തായ്ലൻഡ് സീരീസിലെ അടുത്ത അട്രാക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻസിൽ ഒന്നായ നോങ്നൂച്ച് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. പട്ടായയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ട് നോങ്നൂച്ചിലേക്ക്. ഞങ്ങൾ സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ നിന്ന് ബോൾട്ട് ടാക്സി എടുത്താണ് നോങ്നൂച്ചിലോട്ട് പോയത്. നോങ്നൂച്ചിലേക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ ക്ലൂക്ക് ആപ്പ് വഴി ബുക്ക് ചെയ്താണ് പോയത്. അവിടെ എത്തിക്കഴിഞ്ഞ് ഓൺലൈൻ വൗച്ചർ കാണിച്ച് നമ്മുടെ ഫിസിക്കൽ ടിക്കറ്റ് കിട്ടും. മെയിനായിട്ട് 2 തരം ടിക്കറ്റാണ് കിട്ടുക. ഒന്ന് നോർമൽ എൻട്രൻസ് ടിക്കറ്റ്, രണ്ടാമത്തേത് എൻട്രൻസ് ടിക്കറ്റ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ. രണ്ടാമത്തെ ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോങ്നൂച്ച് ഏകദേശം 500 ഏക്കറിൽ കൂടുതൽ സ്ഥലമുള്ള ഒരു വലിയ ഗാർഡനാണ്. എൻട്രൻസ് ടിക്കറ്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ ദൂരം മുഴുവൻ നടന്നു കാണുക എന്നത് നടക്കുന്ന കാര്യമല്ല. കൂടാതെ നല്ല വെയിലും കാണും. സോ അതുകൊണ്ട് വൈകുന്നേരം വിസിറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലതും സൗകര്യവും. കൂടാതെ തൊപ്പിയോ അങ്ങനെ എന്തെങ്കിലോ കുടയോ എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് വളരെ നന്നായിരിക്കും. ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നതിനായി സൈറ്റ് സീയിങ് ബസ്സുകൾ ധാരാളമുണ്ട്. ഓരോ ബസ്സിലും ആൾ നിറയുന്നതിനനുസരിച്ചാണ് ട്രിപ്പ്. നോങ്നൂച്ച് ഗാർഡനിൽ ചില ഏരിയ നമുക്ക് നടന്നു കാണുന്നതിനുള്ള പെർമിഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. കൂടുതലും എക്സോട്ടിക് ആയിട്ടുള്ള ചെടികൾ വളരുന്ന ഏരിയകളും അതുപോലെ പ്ലാൻ നഴ്സറി ഏരിയകളുമാണ് ഈ റെസ്ട്രിക്ഷൻസ് കൂടുതലുമായി ഉള്ളത്. അതിന് മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ ആളുകൾ ചെടികൾ പറിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. ഗാർഡനിൽ പല സ്ഥലങ്ങളിലായി ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. ഇവിടെയൊക്കെ വണ്ടി നിർത്തി തരും. ആ വണ്ടി കുറച്ച് മാറി അടുത്ത ബോർഡിംഗ് ലൊക്കേഷനിലേക്ക് മാറ്റിയിടും. നമുക്ക് ആ സമയം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഗാർഡനിലൂടെ നടന്ന് ധാരാളം ഫോട്ടോസ് എടുക്കാനുള്ള സമയവുമുണ്ട്. നോങ്നൂച്ചിൽ ധാരാളം ഏരിയാസ് ഉണ്ട്. ഡൈനോസർ വാലി, ഫ്രഞ്ച് ഗാർഡൻ എന്നിങ്ങനെ കുറേ ഡിവിഷൻ ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. ഡൈനോസർ വാലിയാണ് മെയിൻ അട്രാക്ഷൻ. ഡൈനോസറുകളുടെ ഏതാണ്ട് 150-ൽ പരം റെപ്ലിക്കാസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഡൈനോസർ ഗാർഡനിൽ ഒരു സ്കൈ ബ്രിഡ്ജ് ഉണ്ട്. അതിൽ കയറിയാൽ നമുക്ക് ഡൈനോസർ വാലിയുടെ നല്ല വ്യൂ ആസ്വദിക്കാനായി സാധിക്കും. വേണ്ടത്ര സമയം നമുക്ക് ഗാർഡനിൽ ഏത് സെക്ഷനിൽ വേണമെങ്കിലും ചിലവഴിക്കാൻ യാതൊരു പ്രശ്നങ്ങളുമില്ല. നമ്മൾ ഏത് സൈറ്റ് സീയിങ് ബസ്സിലാണോ വന്നത് അതിൽ തന്നെ തിരികെ പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് വേണ്ടത്ര എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ബസ്സുകൾ നിർത്തിയിടുന്ന പോയിന്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ബസ്സിൽ കയറി അടുത്ത സെക്ഷനിലേക്ക് പോകാനും യാതൊരു തടസ്സവുമില്ല. വളരെ നന്നായി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗാർഡനാണ് നോങ്നൂച്ച്. അതുപോലെ വണ്ടി ഭ്രാന്തന്മാർക്കായി ഗാർഡൻ്റെ എക്സിറ്റിൻ്റെ അടുത്തായി ഒരു ഓട്ടോ എക്സ്പോയും ഉണ്ട്. അവിടെ നമുക്ക് വളരെയധികം വിൻറ്റേജ് ആൻഡ് റെയർ കാർസ് കാണാൻ സാധിക്കും. പട്ടായയിൽ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു നല്ല അട്രാക്ഷനാണ് നോങ്നൂച്ച്. നോങ്നൂച്ചിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് ഫ്രഷപ്പായി പിന്നെ അടുത്തേക്ക് ഇറങ്ങിയത് ലോക പ്രശസ്തമായ അൽക്കസാർ ഷോയിലേക്കാണ്. ട്രാൻസ്ജെൻഡർ ആർട്ടിസ്റ്റുകൾ നടത്തുന്ന ഒരു വലിയ ഷോയാണ് അൽക്കസാർ ഷോ. ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും കഴിയുന്ന പോലെ ചെറിയ രീതിയിൽ വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഉദ്ദേശം 1 മണിക്കൂർ നേരമാണ് അൽക്കസാർ ഷോ. ഓഡിയൻസായി നല്ല രീതിയിൽ ഇടപഴകി നന്നായി കൊറിയോഗ്രാഫി ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷോയാണത്. പല തീമിലുള്ള ഡാൻസുകളും അതുപോലെ തന്നെയുള്ള പെർഫോമൻസുകളും അൽക്കസാർ ഷോയിൽ നമുക്ക് കാണാനും ആസ്വദിക്കാനും സാധിക്കും. ഞങ്ങൾ അൽക്കസാർ ഷോയിലെ ടിക്കറ്റും ക്ലൂക്ക് വഴിയാണ് ബുക്ക് ചെയ്ത് പോയത്. ബുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ വെന്യൂവിൽ ചെന്ന് കഴിഞ്ഞ് ടിക്കറ്റ് ഫിസിക്കലായി കളക്ട് ചെയ്യണം. ക്ലൂക്ക് വഴി ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് VIP സീറ്റാണ് കിട്ടുന്നത്. അത് ഏകദേശം 1000-ഓളം രൂപയാണ് ചിലവ്. ഏറ്റവും അടുത്തിരുന്ന് കാണുന്നതായിരിക്കും ആസ്വദിക്കാൻ വളരെയധികം നല്ലത്. ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അവതരിപ്പിച്ച കലാകാരന്മാരുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള അവസരവുമുണ്ട്. ഒരാളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ഏകദേശം 500 തായ് ബാത്ത് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. പട്ടായയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു മെയിൻ അട്രാക്ഷനാണ് അൽക്കസാർ ഷോ. അൽക്കസാർ ഷോ കഴിഞ്ഞ് ഞങ്ങൾ ബോൾട്ട് ബുക്ക് ചെയ്ത് നേരെ പോയത് പട്ടായയിലെ നൈറ്റ് ലൈഫ് കേന്ദ്രമായ വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. ഏകദേശം 40 തായ് ബാത്തിന് നിങ്ങൾക്ക് അൽക്കസാർ ഷോയിൽ നിന്ന് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് ബോൾട്ട് വഴി എത്താവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തായ്ലാൻഡിലെ പട്ടായയിലെ നൈറ്റ് ലൈഫ് കേന്ദ്രമാണ് വാക്കിംഗ് സ്ട്രീറ്റ്. അവിടെ ധാരാളം ബാറുകളും പബ്ബുകളും ക്ലബ്ബുകളും ഒക്കെയുണ്ട്. രാത്രിയിൽ മാത്രം ആക്റ്റീവായിട്ടുള്ളൊരു ബിസിയായ ഏരിയയാണ് വാക്കിംഗ് സ്ട്രീറ്റ്. വാക്കിംഗ് സ്ട്രീറ്റിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കാണിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് ഇതിൽ ഇടുന്നില്ല. നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടി നടക്കുമ്പോൾ പലതരം ക്ലബ്ബുകളിലേക്ക് നമ്മളെ ആളുകൾ ക്ഷണിക്കും. അതുപോലെ തന്നെ ചില അഡൽട്ട് ഷോകളിലേക്കും കാണാൻ നമ്മളെ ക്ഷണിക്കും. പിന്നെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ബോദർ ചെയ്യാതെ വിടുകയും ചെയ്യും. അതൊരു നല്ല കാര്യമാണ്. സെക്സ് ടൂറിസത്തിന് പേര് കേട്ട ഒരു രാജ്യമായതുകൊണ്ട് ഇവിടെ ഇതെല്ലാം ലീഗലാണ്. അതുപോലെ തന്നെ ഷോപ്പിങ്ങിനും ഫുഡ് കഴിക്കാനും ധാരാളം കടകളും ഇവിടെയുണ്ട്. വാക്കിംഗ് സ്ട്രീറ്റിന് അടുത്തുള്ള ഒരു പബ്ബിൽ കയറി അന്നത്തെ ഫുഡ് കഴിച്ച് അന്നത്തെ കറക്കം മതിയാക്കി ഒരു 1 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഇനിയിപ്പോൾ അടുത്ത ദിവസം കോർലൈനിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.